ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ NMMS എക്സാമിനേഷന് നിങ്ങൾ ഏതൊക്കെ ഏരിയയാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളത്, കൂടാതെ തന്നെ മാറ്റിനാണോ സാറ്റിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന വലിയൊരു ഡൗട്ടായിരിക്കാം. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ, ഫസ്റ്റിലെ കാര്യം ഞാൻ പറയാം, മാറ്റിൻ്റെയും സാറ്റിൻ്റെയും കാര്യത്തിലേക്ക്. മാറ്റ് അഥവാ മെൻ്റൽ എബിലിറ്റി, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു NMMS എക്സാമിനേഷന് വേണ്ടി മാത്രമായിട്ടാണ് പഠിക്കുന്നത്. ഇതുവരെ ആ ഒരു ഏരിയയെക്കുറിച്ചിട്ടോ ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചോ മക്കൾ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് ആ ഒരു ഏരിയയ്ക്ക് നന്നായിട്ട് പ്രയോറിറ്റൈസ് കൊടുത്തുകൊണ്ടായിരിക്കാം നിങ്ങൾ പഠിക്കേണ്ടത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാനോ ഒന്നും തന്നെ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതേസമയം സാറ്റിൻ്റെ കാര്യത്തിലേക്കാണെങ്കിലോ, സാറ്റിലെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാലോ. ഇപ്പോൾ സാറ്റിൽ മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, സോഷ്യൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. ഇപ്പോൾ സയൻസിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറഞ്ഞിട്ട് അതവിടെ സൈഡിലേക്ക് വെക്കാം. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് പറയാം, സയൻസ് വരുന്നുണ്ട്, സോഷ്യൽ സയൻസ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്. ഈ മൂന്ന് ഭാഗം നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത് അത് നിങ്ങൾ പഠിക്കുന്ന 8ലെയും 7ലെയും സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എങ്ങനെ എങ്കിൽ എന്ന് മാത്രം ആ ഒരു ചാപ്റ്റേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൽ MCQ പാറ്റേൺ അഥവാ ക്വസ്റ്റ്യൻസുകളുടെ പാറ്റേൺ അറിയാലോ. ഒരിക്കലും എന്തല്ല ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊന്നുമല്ല NMMSന് ഉണ്ടായിരിക്കുക, 4 ഓപ്ഷൻസുകൾ തന്നിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലെ ഓരോ ഭാഗങ്ങളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കണം അതിൻ്റെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതൊരു MCQ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ആക്കി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് സാറ്റിനെയും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ ഭാഗത്തേക്ക് വരാം, അഥവാ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്ത്. സോഷ്യൽ സയൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി എന്നും ജിയോഗ്രഫി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ ഹിസ്റ്ററിയിൽ മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളത്. വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാവാനും സാധ്യത വരില്ല എന്നല്ല, പക്ഷേ നമ്മുടെ 7ലെയും 8ലെയും എല്ലാം ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും കേരള ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമാണ് നമുക്ക് റെഫറൻസുകൾക്ക് വരുന്നത്. ഇനി ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്കാണെങ്കിലോ, ജിയോഗ്രഫിയിൽ എർത്തിനെ കുറിച്ച് പഠിച്ചേക്കണം, ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ എർത്തും മറ്റു കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ മാപ്പിൻ്റെ ഭാഗത്ത് പഠിക്കുന്ന സമയത്ത് ടൈം കാൽക്കുലേഷൻ വരെ നിങ്ങൾ പഠിച്ചേക്കണം. കാരണം ടൈം കാൽക്കുലേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ 8ലെ സിലബസിൽ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗം, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക. സോ അറ്റ് ലാസ്റ്റ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് തരാം മക്കളെ, മാറ്റിനെ നിങ്ങൾ ഇപ്പോഴേ ഇരുന്ന് പഠിച്ചേക്കാം. മാറ്റിനുള്ള സ്പെഷ്യൽ ടൈമിനെ നിങ്ങൾ കണ്ടെത്തിയേക്കണം. മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല, മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ സ്കൂളിൽ കേൾക്കുന്നതാണ്, ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മളെ കൊണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ മാറ്റ് അങ്ങനെയല്ല. മാറ്റിനുള്ള സ്പെഷ്യൽ ടൈം ടേബിൾ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, ആ ടൈം വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് NMMSനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ മാറ്റിനും സാറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനായിരിക്കണം, ഏറ്റവും കൂടുതൽ ടൈം NMMSൽ നിങ്ങൾ കൊടുക്കേണ്ട ഏതിനായിരിക്കണം, മാറ്റിനായിരിക്കണം. സോ നന്നായിട്ട് പഠിക്കും മക്കളെ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ, ഇത് നമ്മുടെ സെപ്റ്റംബർ ആണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ 48,000 സ്കോളർഷിപ്പ് നിങ്ങളുടെ കൈകളിലായിരിക്കും.